കൊച്ചിയുടെ തറവാട്ടിൽ കയറി അവരെ വെട്ടിക്കൂട്ടി അവിടെ തന്നെ കുഴിച്ചുമൂടാൻ സജ്ജരായി മലപ്പുറത്ത് നിന്നും ഒരു പടയൊരുങ്ങി കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് കൊച്ചി ഫോസയും പിന്നെ മലപ്പുറം എസ് സിയും തമ്മിലാണ്. മലപ്പുറം എസ് സി ഒരു ഇന്റഗ്രൽ പാർട്ടായി ഇന്ത്യൻ ഫുട്ബോളിൽ വാഴ്ത്തപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിന്റെ നാന്ദി കുറിക്കലായിട്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തെ വിശേഷിപ്പിക്കാം. കേരള സൂപ്പർ ലീഗ് പോലെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സംരംഭത്തിന് തുടക്കം കുറിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു വശത്ത് തീർച്ചയായും മലപ്പുറം എസ് സിയെ പോലെ ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കേണ്ടത് കാലത്തിന്റെ കാവ്യനീതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കവാത്തുപറമ്പിലെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ആധിപത്യത്തിനെതിരെ പൊരുതുന്ന ചെറുപ്പക്കാരുടെ പോരാട്ട വീരത്തിന്റെ കഥ കൂടി മലപ്പുറത്തിന്റെ ഫുട്ബോൾ ചരിത്രം അനാവരണം ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. ഇന്നതെല്ലാം ഓർക്കേണ്ട ദിവസം കൂടിയാണ്. അതുപോലെ വളരെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് മലപ്പുറം എസ് സി ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വെന്നിക്കൊടി പറിച്ച് ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള ജോൺ ഗ്രിഗറിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ മികച്ച വിദേശ താരങ്ങളും ആഭ്യന്തര താരങ്ങളും ലോക്കൽ പ്ലേയേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു വെൽ ഓർഗനൈസ്ഡ് ബാലൻസ്ഡ് യൂണിറ്റുമായിട്ടാണ് ചെന്നൈയിൻ എഫ് സി ഇന്ന് പടപ്പുറപ്പാടിന് മലപ്പുറം എഫ് സി ഇന്ന് പടപ്പുറപ്പാടിന് ഇറങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. വളരെ ശക്തമായിട്ടുള്ള ഒരു സ്കോഡുമായിട്ടാണ് അവർ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. വളരെയേറെ കാലം ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിരോധത്തിന്റെ അലകും പിടിയുമായി ഉറച്ചു നിന്ന് പ്രതിരോധത്തിലെ ഇളകാത്ത പാറയെന്നും ശക്തി ദുർഗമെന്നും എല്ലാം വിളിക്കപ്പെടുന്ന അനസ് എടത്തുടിയാണ് അവരുടെ ക്യാപ്റ്റൻ. ആ ഒരു ക്യാപ്റ്റന് കീഴിൽ അതിശക്തമായിട്ടുള്ള ഒരു വിദേശ നിരയും മലപ്പുറം എഫ് സിക്കൊപ്പം ഉണ്ട്.